പ്രിയ കുട്ടികളെ, നമുക്ക് പാർട്ട്ണർഷിപ്പില് അഡ്മിഷനിലേക്ക് കടന്നാലോ? നമ്മളിപ്പോ ഫിക്സഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും കാണാൻ ഞാൻ നിങ്ങൾക്ക് എടുത്തിരുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും അതുപോലെ തന്നെ ഗുഡ്വില്ലിന്റെ 3 മെത്തേഡ്, റേഷ്യോ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇതെല്ലാം എന്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ. റേഷ്യോയുടെ ചേഞ്ചസ്, സാക്രിഫൈസിങ് റേഷ്യോ, ഗുഡ്വില്ലിന്റെ പല മെത്തേഡുകൾ, 3 മെത്തേഡുകൾ, ഇതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അഡ്മിഷനിലേക്ക്, അഡ്മിഷൻ അതാണ് നമുക്ക് കൂടുതൽ മാർക്കിൽ വരുന്ന പാർട്ട്ണർഷിപ്പിലെ ക്വസ്റ്റ്യൻസ്. അഡ്മിഷനും റിട്ടയർമെന്റും ഡെത്തും ഡിസൊല്യൂഷനാണ്. ആദ്യം നമ്മൾ അഡ്മിഷനാണ് എടുക്കുന്നത്. അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് പുതിയതായിട്ടൊരു പാർട്ട്ണറെ ചേർക്കുന്നത്. അങ്ങനെ പുതിയതായിട്ടൊരു പാർട്ട്ണറെ ചേർക്കുന്ന സമയത്ത് ആ നിലവിലുള്ള അസറ്റിന്റെയും ലയബിലിറ്റീസിന്റെയും വാല്യൂവിൽ ചേഞ്ചസ് ഉണ്ടാകാം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ എയും ബിയും കൂടി നടത്തിക്കൊണ്ടുപോയ ഒരു ബിസിനസ് സ്ഥാപനം, ഇപ്പൊ ഒരു 10 വർഷം മുൻപ് ഇവര് ഈ ബിസിനസ് തുടങ്ങിയിട്ട് ഒരു 10 വർഷം മുമ്പ് നടത്തിയ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിലേക്ക് അവര് സി എന്ന ഒരാളെ പുതിയതായിട്ട് ചേർക്കാൻ പോവുകയാണ്. അപ്പൊ സിയെ പുതിയതായിട്ട് ചേർക്കുമ്പോ സിയോട് അവര് ഗുഡ്വിൽ ആവശ്യപ്പെടും, അതുപോലെ തന്നെ ക്യാപിറ്റലും ആവശ്യപ്പെടും. ഈ ക്യാപിറ്റല് എന്ന് സി ആ ഫേമിൽ നിന്നും വേണ്ടാന്ന് വെച്ച് പോകുന്നുവോ അന്ന് സിക്ക് തിരിച്ചു കൊടുത്തോണം. പക്ഷെ ഗുഡ്വില്ല് സിക്ക് തിരിച്ചു കൊടുക്കണ്ട. സി കൊണ്ടുവരുന്ന ഗുഡ്വില്ല്, പ്രീമിയം ഫോർ ഗുഡ്വിൽ, സി ക്യാഷ് ആയിട്ട് ഗുഡ്വില്ലും കൊണ്ടുവരാം, അതുപോലെ തന്നെ ക്യാപിറ്റലും കൊണ്ടുവരാം. ക്യാപിറ്റല് ഫേമിന്റെ എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പർപ്പസിനൊക്കെ വേണ്ടി അവരെടുക്കും. തിരിച്ച് ഇയാൾക്ക് വേണ്ടാന്ന് വെച്ച് പോകുന്ന സമയത്ത് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഗുഡ്വിൽ അങ്ങനെയല്ല. ഗുഡ്വിൽ എന്ത് ചെയ്യണം? ഗുഡ്വിൽ ഓൾഡ് പാർട്ട്നേഴ്സ് വീതിച്ചെടുക്കും. എന്തുകൊണ്ടാണ് ഈ ഓൾഡ് പാർട്ട്നേഴ്സ് ഗുഡ്വിൽ വീതിച്ചെടുക്കുന്നേ? പുതിയ ഒരാളെ ചേർത്തപ്പോ നിലവിലുള്ള എയും ബിയും അവിടെ സാക്രിഫൈസ് ചെയ്തത്. ഒരാൾക്കും കൂടി അടുത്ത വർഷം മുതൽ ലാഭം പങ്കുവെക്കുമ്പോ, പ്രോഫിറ്റ് ഷെയർ ചെയ്യുമ്പോ ഇത്രയും നാളും 2ആയിട്ട് ഷെയർ ചെയ്ത പ്രോഫിറ്റ് ഇനി 3ആയിട്ട് വീതിക്കണം. അപ്പൊ അങ്ങനെ 3 പേർക്കും കൂടി ഡിവൈഡ് ചെയ്യണം. അപ്പൊ അവിടെ അവരെന്താ ചെയ്യുന്നേ? സാക്രിഫൈസ് ചെയ്യാണ്, ഒരാൾക്കും കൂടി കൂടുതൽ പങ്കു കൊടുക്കാണ്. അതുകൊണ്ട് ഗുഡ്വില്ല്, പുതിയ ആള് കൊണ്ടുവരുന്ന ഗുഡ്വിൽ എപ്പോഴും എന്ത് ചെയ്യണം? പഴയ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം. ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിക്കണം. വീതിക്കുന്നത് എപ്പോഴും സാക്രിഫൈസിങ് റേഷ്യോയിലായിരിക്കും. അതിനാ നമ്മള് സാക്രിഫൈസിങ് റേഷ്യോ പഠിച്ചത് ഈ ഗുഡ്വിൽ വീതിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ഈ ഗുഡ്വില്ല് അയാൾ ക്യാഷ് ആയിട്ട് കൊണ്ടുവരുമ്പോ നമ്മൾ എഴുതും ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം ഫോർ ഗുഡ്വില്ല്. പ്രീമിയം ഫോർ ഗുഡ്വിൽ, ക്യാഷ് ആയിട്ട് ഗുഡ്വിൽ കൊണ്ടുവരുമ്പോഴാണ് പ്രീമിയം ഫോർ ഗുഡ്വിൽ എന്ന് എഴുതുന്നത് കേട്ടോ. ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം ഫോർ ഗുഡ്വിൽ എന്ന് എഴുതാൻ പറ്റില്ല. പകരം ഗുഡ്വിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സിനെ എൻട്രി ചെയ്തോളൂ. ഇങ്ങനെ കൊണ്ടുവന്ന ഈ ഗുഡ്വില്ല് എന്ത് ചെയ്യണം? ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം. അപ്പൊ ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുമ്പോ അടുത്ത എൻട്രി ആയിട്ട് നമ്മൾ എഴുതും പ്രീമിയം ഫോർ ഗുഡ്വിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് നമ്മൾ എഴുതും. അത് ഓൾഡ് പാർട്ട്നേഴ്സിന് നമ്മൾ വീതിച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് ഇത് ക്യാൻസൽ ആയിട്ട് പോകും. അപ്പൊ നമുക്ക് ഒറ്റ എൻട്രി ആയിട്ട് വേണമെങ്കിൽ ഇതിന് ഒരു എൻട്രി ആയിട്ട് മക്കൾക്ക് വേണമെങ്കിൽ കാണിക്കാം. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. കണ്ടോ? ഈ പ്രീമിയം ഫോർ ഗുഡ്വിൽ ഇവിടെ ഡെബിറ്റ് സെയിം എമൗണ്ട് ഫസ്റ്റ് എൻട്രിയിൽ ക്രെഡിറ്റും വന്നു. അപ്പൊ ആ ഡെബിറ്റും ക്രെഡിറ്റും ക്യാൻസൽ ആയി പോകുകയും ഒറ്റ എൻട്രി ആയിട്ട് വരും. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ്. സാക്രിഫൈസിങ് റേഷ്യോയിൽ അവർക്ക് ഗുഡ്വിൽ വീതിച്ചു കൊടുത്തു. ഗുഡ്വിൽ ഇയാൾ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടില്ല. ഗുഡ്വില്ലിന് വാല്യൂ ഫിക്സ് ചെയ്തു. പക്ഷെ ഫ്യൂച്ചറിൽ അയാൾ കൊണ്ടുവരാന്ന് എഗ്രി ചെയ്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാഷ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് എഴുതാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒറ്റ എൻട്രി ഉള്ളൂ, ഇതുപോലെ എൻട്രി ഇല്ല. ക്യാഷ് ഗുഡ്വിൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ്. ഓർത്ത് വെക്കാം, അയാൾ ഗുഡ്വില് ഇപ്പൊ കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ത് പറയും? ഗുഡ്വിൽ അക്കൗണ്ട് ഈസ് റേസ്ഡ്, അല്ലെങ്കിൽ ഗുഡ്വിൽ ഈസ് വാല്യൂഡ്, അല്ലെങ്കിൽ നമ്മൾ പറയും ദ ന്യൂ പാർട്ട്ണർ ഈസ് അണേബിൾ ടു ബ്രിങ് ഗുഡ്വിൽ എന്നൊക്കെ ആയിരിക്കും സെന്റൻസ് നമുക്ക് തരുന്നത്. അപ്പൊ നമുക്ക് ഈ എൻട്രി, ഈ 2 എൻട്രിക്ക് പകരമായിട്ട് ഈ എൻട്രി, ഇത് 3ഉം കൂടി എഴുതരുത്. ഇത് 2നും പകരമായിട്ട് വരുന്ന ഒരു എൻട്രിയാണ് ഞാൻ കാണിച്ച് ഇവിടെ തന്നിരിക്കുന്നത്.
അപ്പൊ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമ്മൾ എഴുതും ഗുഡ് വിൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന എൻട്രി കൊടുക്കും. ഇനി അപ്പൊ നമ്മൾ അങ്ങനെ പുതിയ ആള് ക്യാപിറ്റൽ കൊണ്ടുവന്നു, പുതിയ ആള് ഗുഡ് വില്ലും കൊണ്ടുവന്നു. ഇനി എന്ത് ചെയ്യും? അപ്പൊ ഗുഡ് വില്ലും ക്യാപിറ്റലും പുതിയ ആള് കൊണ്ടുവന്നു. ഇനി ഫേം ചെയ്യുന്നത്, ഈ ഫേം അവരുടെ എല്ലാ അസറ്റ്സും എല്ലാ ലയബിലിറ്റീസും റീവാല്യൂ ചെയ്യും. ഈ 10 വർഷം മുമ്പുണ്ടായിരുന്ന ബിൽഡിങ്ങിന്റെ വാല്യൂ ആയിരിക്കില്ല ഇപ്പോ ഇയാളെ ചേർക്കുന്ന സമയത്ത് ബിൽഡിങ്ങിന്റെ വാല്യൂ. അപ്പൊ അവിടെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ഐദർ ഇൻക്രീസ് ഓർ ഡിക്രീസ്. അപ്പൊ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ എൻട്രി കൊടുക്കേണ്ട വരും. അപ്പൊ ആ ചേഞ്ചസ് നമുക്ക് എടുത്ത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ആണ് മക്കളെ റീവാലുവേഷൻ അക്കൗണ്ട്. അപ്പൊ ആദ്യം നമ്മൾ അഡ്മിഷനിൽ ചെയ്യുന്നത് ഏതാ? റീവാലുവേഷൻ അക്കൗണ്ട് ആണ്. അപ്പൊ ഈ റീവാലുവേഷൻ അക്കൗണ്ടില് നമ്മൾ എന്താ എഴുതുന്നേ? ഓൺലി ദ ചേഞ്ചസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സിന്റെയും ലയബിലിറ്റീസിന്റെയും ചേഞ്ചസ് മാത്രമേ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ കൊടുക്കുള്ളൂ. അപ്പൊ ഈ ചേഞ്ചസ് നമ്മൾ എങ്ങനെ അറിയുന്നേ? നമുക്ക് ക്വസ്റ്റ്യൻ ഇല്ല, നമുക്കൊരു ബാലൻസ് ഷീറ്റ് നമുക്ക് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാകും. ഈ ബാലൻസ് ഷീറ്റില് നമുക്ക് എല്ലാ അസറ്റും, ലാൻഡ് ആൻഡ് ബിൽഡിങ്, ഫർണിച്ചർ, ഡെപ്റ്റേഴ്സ്, അങ്ങനെ അസറ്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടാവും. അസറ്റ്സിന്റെ ഒക്കെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടാകും. ഇത് എന്നത്തെ വാല്യൂ? ഇപ്പോഴത്തെ അല്ല കേട്ടോ, മുൻപത്തെ വാല്യൂ ആണ് ഈ തന്നേക്കണത്. ബാലൻസ് ഷീറ്റിലുള്ളത് പണ്ടത്തെ വാല്യാണ്. അപ്പൊ നമ്മൾ എങ്ങനെ അറിയുന്നേ? കുറഞ്ഞോ കൂടിയോ നമ്മൾ എങ്ങനെ അറിയും? അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ നോക്കണം. നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ എന്താ തരുന്നേ? പ്രസന്റ് വാല്യൂ. ഈ ബാലൻസ് ഷീറ്റിന്റെ താഴെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും. ആ അഡ്ജസ്റ്റ്മെന്റിലെ വാല്യൂ ആണ് പ്രസന്റ് വാല്യൂ. അപ്പൊ നമ്മൾ നോക്കണം. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് പറയാണ് ബിൽഡിംഗ് ഈസ് വാല്യൂഡ് അറ്റ് റുപ്പീസ് 1 lakh എന്ന് പറഞ്ഞേക്കാന്ന് വെച്ചോ. ഇവിടെ നമുക്ക് ബിൽഡിങ്ങിന് 40,000 പറഞ്ഞേക്കണേ. പണ്ട് ബിൽഡിങ്ങിന് 40,000 രൂപ വില ഉണ്ടായുള്ളൂ. ഇപ്പൊ ബിൽഡിങ്ങിന്റെ വാല്യൂ 1 lakh ആയി. അപ്പൊ അവിടെ ഇൻക്രീസ് അല്ലേ? 40,000 ആയ ബിൽഡിങ്ങിന്റെ വാല്യൂ ഇപ്പൊ 1 lakh ആയി. അപ്പൊ അവിടെ ബിൽഡിങ്ങിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇൻക്രീസ് ചെയ്യുമ്പോ ഇൻക്രീസ് ചെയ്ത വാല്യൂ മാത്രം ഞാൻ പറഞ്ഞിരുന്നു, ഓൺലി ദ ചേഞ്ചസ് മാത്രമേ റീവാലുവേഷൻ അക്കൗണ്ടിലേക്ക് എടുക്കാവൂ. അപ്പൊ നമ്മള് ഇവിടെ എഴുതും. എന്തെഴുതും? ഇൻക്രീസ് എഴുതും. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഇവിടെ വരുന്നത് ഇൻക്രീസ് ഇൻ അസറ്റും ഡിക്രീസ് ഇൻ ലയബിലിറ്റി. അത് ഓർത്ത് വെച്ചോ. ഒരു സൈഡ് മാത്രം മക്കൾ ഓർത്താൽ മതി. ഈ റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഒരു സൈഡ് ഓർത്ത് വെച്ചാൽ മതി. ആ റിവാലുവേഷൻ അക്കൗണ്ടിന്റെ റൈറ്റ് സൈഡിൽ ഏതാ വരുന്നത്? IA, അതുപോലെ തന്നെ DL. എന്ന് വെച്ചാൽ ഇൻക്രീസ് ഇൻ അസറ്റും ഡിക്രീസ് ഇൻ ലയബിലിറ്റി ആണ് റൈറ്റ് സൈഡിൽ വരുന്നത്. അപ്പൊ മറ്റേ സൈഡിൽ എന്തായിരിക്കും? ഇതിന്റെ ഓപ്പോസിറ്റ്, അതായത് DA, ഡിക്രീസ് ഇൻ അസറ്റും അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ ലയബിലിറ്റിയും ഇവിടെ വരും റിവാലുവേഷൻ അക്കൗണ്ടിൽ കേട്ടോ. അപ്പൊ ഒരു സൈഡ് ഓർത്ത് വെച്ചാൽ ഒരു കൺഫ്യൂഷനും വരില്ല. അപ്പൊ നമ്മൾ എഴുതുമ്പോ, ഇവിടേക്ക് എഴുതുമ്പോ നമ്മൾ ഈ ബിൽഡിങ്ങിന്റെ വാല്യൂ നമ്മൾ എത്ര എഴുതുന്നേ? ബിൽഡിങ്ങിന്റെ വാല്യൂ നമ്മൾ എഴുതുമ്പോ ചേഞ്ചസ് മാത്രം. ഇവിടെ 40,000 ആയത് ഇവിടെ 1 lakh ആയി എന്നാണ് നമ്മളിപ്പോ എക്സാമ്പിൾ പറഞ്ഞത്. ആ 1 lakh ആയി എന്നുണ്ടെങ്കിൽ 60,000 ആണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അപ്പോ ആ ഇൻക്രീസ് മാത്രം നമ്മൾ ഇവിടേക്ക് എടുത്തെഴുതും. ചേഞ്ചസ് മാത്രം നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് എഴുതും. അപ്പോ അസറ്റ് കൂടിയാലും അസറ്റ് കുറഞ്ഞാലും അത് ഡിഫറൻസ് നമ്മൾ നോക്കും. അതിന്റെ വാല്യൂ കൂടിയേക്കാണോ കുറഞ്ഞേക്കാണോ, എത്ര രൂപ മാറ്റം വന്നു, ആ വന്നിരിക്കുന്ന ചേഞ്ചസ് മാത്രം നമ്മൾ റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് എഴുതും. അപ്പൊ നമുക്ക് അറ്റ് റുപ്പീസ് അഡ്ജസ്റ്റ്മെന്റ് പറയാം, അപ് ടു റുപ്പീസ് മക്കൾക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് പറയും. ബിൽഡിംഗ് ഈസ് വാല്യൂഡ് അപ് ടു റുപ്പീസ് അല്ലെങ്കിൽ അറ്റ് റുപ്പീസ് എന്നൊക്കെ തന്ന നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റിലെ ബിൽഡിങ്ങിന്റെ വാല്യൂവും അഡ്ജസ്റ്റ്മെന്റിലെ ബിൽഡിങ്ങിന്റെ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇനി അഡ്ജസ്റ്റ്മെന്റിൽ നമ്മളോട് പറയുന്നത് ഫർണിച്ചർ ഡിക്രീസ്ഡ് ബൈ റുപ്പീസ് അല്ലെങ്കിൽ ഇൻക്രീസ്ഡ് ബൈ റുപ്പീസ് എന്നാണ് മക്കൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ, ഏതെങ്കിലും അസറ്റ്, ഫർണിച്ചർ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്, ഏതെങ്കിലും ഒരു അസറ്റ് ഇൻക്രീസ്ഡ് ബൈ റുപ്പീസ് അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ബൈ റുപ്പീസ്, ഇങ്ങനെ ഈ ബൈ റുപ്പീസ് എന്നാണ് മക്കൾക്ക് അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്നതെങ്കിൽ
ഇവിടെ തന്നിരിക്കുന്ന ആ വാല്യൂ, ഇപ്പൊ ഇവിടെ 7,000 ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആ 7,000 റുപ്പീസേ നമ്മൾ എടുക്കാവൂ. ആ കേസിൽ നമ്മൾ ബാലൻസ് ഷീറ്റിലെ വാല്യൂം അഡ്ജസ്റ്റ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എടുക്കട്ടെ. ഇവിടെയൊക്കെയാണ് കുട്ടികൾ തെറ്റിക്കുന്നത്. അപ്പോഴും കുട്ടികൾ ഡിഫറൻസ് എടുക്കും. റിവാലുവേഷൻ അക്കൗണ്ട് തെറ്റിച്ച മക്കൾ ഓർത്ത് വെക്കാം. റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കും. അപ്പോ നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ട് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ആൻസർ തെറ്റും, ബാലൻസ് ഷീറ്റ് നമുക്ക് ഒരിക്കലും ശരിയായിട്ട് കിട്ടില്ല. അപ്പൊ റിവാലുവേഷൻ അക്കൗണ്ട് ആണ് ബേസ്. അഡ്മിഷൻ ചെയ്യുമ്പോൾ ആ ബേസ് വരുന്ന റിവാലുവേഷൻ അക്കൗണ്ടിൽ ആൻസർ ഒരിക്കലും തെറ്റിക്കരുത്. അത് തെറ്റിക്കഴിഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസ് തെറ്റും. അപ്പൊ ഓർത്ത് വയ്ക്കാം, ബൈ റുപ്പീസ് എന്നാണ് തരുന്നതെങ്കിൽ തരുന്ന എമൗണ്ട് അതുപോലെ തന്നെ മക്കൾ അങ്ങോട്ട് എടുത്തെഴുതിയാൽ മതി. അവിടെ ഡിഫറൻസ് എടുക്കണ്ട. ഡിഫറൻസ് എപ്പോഴും എടുക്കുന്നേ അറ്റ് റുപ്പീസോ അപ് ടു റുപ്പീസോ ഒക്കെ തരുമ്പോഴാണ് നമ്മൾ ഡിഫറൻസ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ എടുക്കുമ്പോ എന്താ ശ്രദ്ധിക്കണ്ടേ, അത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് നോക്കണം. അസറ്റ് ആണോ ഡിക്രീസ് ചെയ്തേക്കണേ, ലൈബിലിറ്റി ആണോ ഡിക്രീസ് ചെയ്തേ, ആ ഇൻക്രീസ് ഓർ ഡിക്രീസ് നോക്കണം. പിന്നെ വേറൊരു ഡൗട്ട് എപ്പോഴും കുട്ടികൾക്ക് വരുന്നത്, നമുക്ക് ബാലൻസ് ഷീറ്റിൽ തരാത്ത, നമുക്ക് കണക്ക് ചെയ്യാം ഇതിന്റെ, ഞാനൊന്ന് ജസ്റ്റ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് കണക്കിലേക്ക് കിടക്കാൻ ഓർത്താം. ബാലൻസ് ഷീറ്റിൽ നമുക്ക് തരാത്ത ഏതെങ്കിലും ഐറ്റം അഡ്ജസ്റ്റ്മെന്റ് പറയും. ചിലപ്പോൾ നമ്മുടെ ഒട്ടുമിക്കവാറും നമുക്ക് തരുന്ന ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അതായത് ഈ ബാലൻസ് ഷീറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകില്ല. അഡ്ജസ്റ്റ്മെന്റ് പറയും there is an ഇൻവെസ്റ്റ്മെന്റ് ഇത്ര രൂപ എന്ന് പറയും. അപ്പൊ ഓർത്ത് വെക്കുക, ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്ത ഒരു ഐറ്റം അഡ്ജസ്റ്റ്മെന്റിൽ വന്ന അത് ഐദർ അസറ്റ് ഓർ ലയബിലിറ്റി, അസറ്റോ ലയബിലിറ്റി ആയിക്കോട്ടെ, ബാലൻസ് ഷീറ്റിൽ ഇല്ലാത്ത ഒരു ഐറ്റം ആണ് അഡ്ജസ്റ്റ്മെന്റ് തന്നിരിക്കുന്നതെങ്കിൽ എപ്പോഴും ഓർത്തു വെക്കുക, നമ്മൾ എഴുതുന്ന എൻട്രി ഇൻക്രീസിന്റെ എൻട്രി ആയിരിക്കണം. അസറ്റ് ആയാലും ലയബിലിറ്റി ആയാലും ഇൻക്രീസിന്റെ എൻട്രി ആയിരിക്കണം. അപ്പൊ നമ്മള് ഇൻവെസ്റ്റ്മെന്റ് ആണ് അങ്ങനെ തന്നേക്കണമെങ്കിൽ നമ്മൾ ബൈ ഇൻവെസ്റ്റ്മെന്റ് എന്ന് എഴുതും. അപ്പൊ നമുക്ക് ഡിഫറൻസ് എടുക്കാൻ ബാലൻസ് ഷീറ്റിൽ ആ ഐറ്റം ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ എമൗണ്ട് അതുപോലെ തന്നെ എഴുതും. അതുപോലെ തന്നെ ഈ ലയബിലിറ്റി സൈഡിലും നമുക്ക് എപ്പോഴും തരാറുണ്ട് ലയബിലിറ്റി, ലയബിലിറ്റി ഫോർ ഡാമേജ് അല്ലെങ്കിൽ ലയബിലിറ്റി ഫോർ എന്തെങ്കിലും കണ്ടീഷൻ, എന്തെങ്കിലും ഒരു കേസ് തന്നിട്ട് ലയബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് തരാറുണ്ട്. അപ്പൊ അത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാകാറില്ല. അതാണ് അൺറെക്കോർഡഡ് ലയബിലിറ്റി. അപ്പൊ അൺറെക്കോർഡഡ് അസറ്റ് ആയാലും അൺറെക്കോർഡഡ് ലയബിലിറ്റി ആയാലും അത് നമ്മള് റിവാലുവേഷൻ അക്കൗണ്ടിൽ അതേ എമൗണ്ട് തന്നെ എഴുതണം. അപ്പൊ നമ്മള് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെയല്ലേ വരുന്നേ, അപ്പൊ നമ്മൾ അത് ഇവിടെ ആയിരിക്കും കാണിക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റിൽ മാത്രം ലയബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ. ഇത് കഴിഞ്ഞ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഇത് റിവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യും. റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് സാധാരണ അക്കൗണ്ട് ചെയ്യുന്ന പോലെ ബാലൻസ് ചെയ്തിട്ട് ബാലൻസ് ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കും. അത് പ്രോഫിറ്റ് ആണെങ്കിൽ ഈ സൈഡ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് ക്യാരി ഡൗൺ എഴുതുന്നത്, ഇവിടെ നമ്മൾ വീതിച്ചു കൊടുക്കും. അതേ സൈഡിൽ തന്നെ വീതിച്ച് ഇന്നർ കോളത്തിൽ എഴുതും. ഇതാണ് ടോട്ടൽ വലുത് കിട്ടിയെങ്കിൽ ഇത് ഡെബിറ്റ് സൈഡാ. ഏത് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് വലിയ എമൗണ്ട് വന്നാൽ ലോസ് ആയിരിക്കും. അപ്പൊ നമ്മള് ഇവിടെ ബൈ ബാലൻസ് സീഡ് എന്ന് പറഞ്ഞ് ബാലൻസ് ഇവിടെ എഴുതിയിട്ട് ഇവിടെ ഇന്നർ കോളത്തിലെ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കും. ബട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ അത് എഴുതും. ഏത് സൈഡിലാണോ നമ്മൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും എഴുതുന്നത്. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിലും ആയിരിക്കും. ഇനി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടില് നമുക്ക് ബൈ ബാലൻസ് ബി ഡി എന്ന് പറഞ്ഞ നമുക്ക് പഴയവരുടെ ബാലൻസ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും, അത് എഴുതും. ബൈ ക്യാഷ് എന്ന് പറഞ്ഞ പുതിയ ആൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ എഴുതും. ബൈ ഗുഡ്വിൽ എന്നും പറഞ്ഞ പുതിയ ആൾ കൊണ്ടുവന്ന ഗുഡ്വിൽ എഴുതും. അത് ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുത്ത് നമ്മൾ 2 കോളത്തിലും കൊടുക്കും. ഇനി നമ്മൾ നോക്കുന്നത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലും അസറ്റ് സൈഡിലും കുറെ അൺഡിസ്ട്രിബ്യൂട്ടഡ് ഐറ്റം ഉണ്ട്. ഈ ഐറ്റത്തിന്റെ ഞാൻ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെ ഐറ്റംസ് ആണ് ഈ ബാലൻസ് ഷീറ്റിൽ നിന്ന് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് വീതിച്ചു പോകുന്നത് എന്ന് കൃത്യമായിട്ട് ഞാൻ ഒരു ക്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നും. അവിടെ പറയുന്നുണ്ട് ജനറൽ റിസർവ്, WCR വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ്, IFR ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് തലേ വർഷത്തെ പ്രോഫിറ്റ് വീതിക്കാതെ ഉണ്ടെങ്കിൽ അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതെല്ലാം നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിനെ കൊടുക്കാവൂ. കാരണം എന്താ, പുതിയ ആൾ വരുന്നതിന് മുൻപ്
മാറ്റുന്നതാണ് ഇതെല്ലാം. ഈ റിസർവിന്റെ പ്രത്യേകത എന്താ? റിസർവ് ഓൾവേസ് സെറ്റ് അസൈഡ് ഫ്രം ദ പ്രീവിയസ് ഇയേഴ്സ് പ്രോഫിറ്റ്. തലേ വർഷങ്ങളിലെ പ്രോഫിറ്റ് നിന്ന് സെറ്റ് അസൈഡ് ചെയ്യുന്ന എമൗണ്ട് ആണ് റിസർവുകൾ. ആ റിസർവുകൾ ആ വർഷം അങ്ങനെ മാറ്റിയത് കൊണ്ട് ആ വർഷങ്ങളില് ഓൾഡ് പാർട്ട്നേഴ്സിന് അത്രയും പ്രോഫിറ്റ് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഒരാളെ പുതിയതായിട്ട് ഈ വർഷം ചേർക്കുമ്പോൾ അത് അയാൾക്ക് വീതിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ ഐറ്റംസ് എല്ലാം നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുന്നത്. അത് ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. ലൈബിലിറ്റി കിടക്കുന്ന ഐറ്റംസ് വീതിക്കുമ്പോൾ ബൈ എന്ന് പറഞ്ഞാണ് വീതിക്കുന്നത്. അസറ്റ് സൈഡിൽ നമുക്ക് തരാൻ സാധ്യത ഉള്ളത് ഗുഡ്വില്ല. അത് പുതിയ ആൾ കൊണ്ടുവന്ന ഗുഡ്വിൽ അല്ല. നിലവിൽ ഗുഡ്വിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗുഡ്വില് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഉണ്ടാവും. അത് നമ്മൾ 2 എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിലെ വീതിക്കും. മാത്രമല്ല, ഇപ്പൊ തലേ വർഷങ്ങളിലെ ലോസ് ആയിരുന്നെങ്കിൽ ആ ലോസ് ആ വർഷം അവർ വെയർ ചെയ്തിട്ടില്ല. ആ വർഷം ലോസ് അവർ തന്നെ അവരുടെ ഫേമിൽ അത് അവർ സഫർ ചെയ്യാണ്ട് കിടക്കാണ്. അങ്ങനെ ലോസ് ആണെങ്കിൽ നമുക്ക് അസറ്റ് സൈഡിലായിരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് തരുന്നത് കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ലെഫ്റ്റിലേക്ക് എഴുതും. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. എപ്പോഴും ഈ ബോർഡ് എക്സാമിന് ഒരു 99% വരുന്ന ഒരു ഐറ്റം ആണ് അഡ്വർടൈസ്മെന്റ് സസ്പെൻസ് അസറ്റ് സൈഡില്. അങ്ങനെ ഒരു അത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻസ്, അങ്ങനെ ഒരു ഐറ്റം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം. അങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എല്ലാം നമ്മൾ എഴുതി അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റ് CA കൂടി ചേർത്തുകൊണ്ട് ബാലൻസ് ഷീറ്റോ AB ആൻഡ് C പുതിയ ആളുടെ ബാലൻസ് ഷീറ്റ് പുതിയ ആളെ കൂടി ചേർത്തുകൊണ്ടുള്ള ബാലൻസ് ഷീറ്റ് എഴുതും. അവിടെ നമ്മൾ എഴുതുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഐറ്റം നമ്മൾ എടുക്കുമ്പോഴും ഇപ്പൊ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കിടക്കണ ഫർണിച്ചർ നമ്മൾ എടുക്കുമ്പോൾ നോക്കണം റീവാലുവേഷൻ അക്കൗണ്ടിൽ ഫർണിച്ചർ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ സെയിം സൈഡ് ആ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് എന്ന് വെച്ചാൽ റൈറ്റ് സൈഡ്, റീവാലുവേഷൻ അക്കൗണ്ടിലും റൈറ്റ് സൈഡിലാണ് ഫർണിച്ചർ വന്നേക്കണതെങ്കിൽ ആഡ് ചെയ്യണം. ഈ ഫർണിച്ചർ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റിലെ വാല്യൂവിൽ നിന്നും അത് മൈനസ് ചെയ്യണം. അപ്പൊ ഏത് ഐറ്റം എടുത്താലും നമ്മൾ ചെക്ക് ചെയ്ത് പോകണം ഏതാ പഴയ ബാലൻസ് ഷീറ്റും റീവാലുവേഷൻ അക്കൗണ്ടും. സെയിം സൈഡ് ആണെങ്കിൽ ആഡ് ചെയ്യും, ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ മൈനസ് ചെയ്യും. ഇനി റീവാലുവേഷൻ അക്കൗണ്ടിൽ ഇല്ലാത്തൊരു ഐറ്റം ബാലൻസ് ഷീറ്റിലുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ എടുത്തെഴുതും. പിന്നെ ഈ അൺറെക്കോർഡഡ് അസറ്റും ലൈബിലിറ്റി റീവാലുവേഷൻ അക്കൗണ്ടിൽ ഉണ്ടാകും കേട്ടോ, അത് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാകില്ല. അത് നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് എഴുതാൻ മറക്കരുത്. അങ്ങനെ എല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റിന്റെ 2 സൈഡും നമുക്ക് ഒരേപോലെ കിട്ടും. അപ്പോൾ ഇതിന്റെ നമുക്ക് അഡ്മിഷന്റെ കണക്ക് നമുക്ക് ചെയ്യാം. അഡ്മിഷന്റെ കണക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കിക്കോളൂ. ഇതൊന്ന് പഠിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ കണക്ക് നോക്കാൻ. അപ്പോഴേ അത് നിങ്ങൾക്ക് ക്ലിയർ ആകുള്ളൂ. അപ്പോൾ ഓക്കെ.